സോ ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ പടത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇന്നലെ വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസിന്റെ അമ്മയെ ഇവർ കണ്ടുമുട്ടി. അതിൻ്റെ പടമാണ് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുക. അമ്മയുടെ കൂടെ നിന്ന് എടുത്ത പടം മാത്രമല്ല, വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസ് വിശുദ്ധനാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് കാർലോ അക്വിറ്റിസിന്റെ ഈ പടത്തിന്റെ പുറകിലായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസിന്റെ അമ്മ ഒപ്പിട്ടിരിക്കുന്നതാണ് ഈ ഈ ഈ കയ്യിലുള്ള അക്വിറ്റിസിന്റെ ചിത്രത്തിന് പുറകിൽ. ഏതായിരുന്നാലും വാഴ്ത്തപ്പെട്ട കാർലോ അക്വിറ്റിസിന്റെ അമ്മയെ കാണാൻ ഇവർക്ക് സാധിച്ചു. അത് ഇവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. ഇവരുടെ കൈകളിൽ മാത്രമല്ല കാർലോ അക്വിറ്റിസിന്റെ ഓർമ്മകളുള്ളത്, മറിച്ച് അവരുടെ മനസ്സിൽ, അവരുടെ പ്രാർത്ഥനകളിൽ പിയറെ ജോർജ് ഫ്രസാത്തിയും കാർലോ അക്വിറ്റിസും ജീവിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന ഈ ചിത്രങ്ങൾ. ദൈവം ഇവിടെ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഈ കാർലോ അക്വിറ്റിസിന്റെയും ജോർജ് ഫ്രസാത്തിയുടെയും മധ്യസ്ഥതയുടെ അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. Quale congregazione? Siamo Suore Famiglia di Betania. Suore Famiglia di Betania എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷനുള്ള സിസ്റ്റേഴ്സ് ആണ്. അവര് പൊളോഞ്ഞിൽ നിന്ന് വന്നവരാണ്, ജർമ്മനിയിൽ നിന്ന് വന്നവരുണ്ട്. അവർക്ക് ഇവിടെ റോമിൽ ഹൗസ് ഉണ്ട്. അപ്പോൾ siete venuti per canonizzazione di Carlo Acutis? Anche altro Pier Giorgio Fressati, tutti e due? Tutte e due, sì. അപ്പം പിയറെ ഫ്രെസാത്തി ജോർജോയുടെയും കാർലോ അക്വിറ്റിസിന്റെയും കാനനൈസേഷന് വേണ്ടി വന്നതാണ് ഇവര്. So vorrei chiedere umilmente una piccola domanda. Io ho visto squadro di Carlo Acutis con voi. Avete qualche esperienza di Carlo Acutis? Or che importanza di Carlo Acutis anche per Giorgio Fressati in questo del mondo? Perché sono giovani e molto amati da tutto il mondo. Ci hanno trasmesso la fede come giovani, ci hanno fatto imparare tante cose. Per noi, anche per giovani, sono molto importanti e amati da noi. ഇവര് പറഞ്ഞത് കാർലോ അക്വിറ്റിസും ജോർജ് ഫ്രെസാത്തിയും ചെറുപ്പക്കാരായിരുന്നെങ്കിലും അവരിൽ നിന്നും ഒരുപാട് വിശുദ്ധിയുടെ ബാലപാഠങ്ങൾ ജീവിതത്തിൽ പഠിക്കാനുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. അവര് വിശുദ്ധിയുടെ പരിമളം പരത്തുന്നവരായതുകൊണ്ട് ആ വിശുദ്ധിയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. ഫ്രം വത്തിക്കാൻ സ്ക്വയർ ഗുഡ്നസ് ടെലിവിഷൻ ചാനലിന് വേണ്ടി ഫാദർ ജോബി പോൾ.